പറഞ്ഞിട്ട് അവന് പ്രാർത്ഥിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ വീട് ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നെ ആരും പ്രാർത്ഥിക്കാൻ എന്നും ഒന്ന് കണ്ടേച്ചാൽ മതിയായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ അതുപോലെ ഡാഡി പ്രാർത്ഥിക്കാൻ ഒത്തിരി സമയം എടുത്തായി. ഇങ്ങോട്ട് വേണ്ട ചെറുക്കൻ, എങ്ങോട്ടായി പോകുന്നത്? ചെറുക്കനെ കൊണ്ടുവന്ന് അച്ഛനെ പ്രാർത്ഥിക്കും. അവൻ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ മൂഡ് അങ്ങ് പോയി. ഇനി നാളെ പ്രാർത്ഥിക്കാം. ഇന്ത്യ പാകിസ്ഥാനോട് 3 വട്ടം തോറ്റി താണ്ട് കിടക്കുന്നു. എല്ലായിടത്തും ഇതാണല്ലോ ദൈവമേ ഗതി. എന്റെ അച്ഛൻ, നിങ്ങൾ ഇങ്ങനെ പത്രവും വായിച്ചുകൊണ്ടിരുന്നു. നമുക്കൊരു മോൻ വളർന്നു നിങ്ങൾക്ക് വല്ലോ ചിന്തയെ കൊടുക്കും. അതിന് ഞാൻ പറഞ്ഞ അവൻ കേൾക്കണ്ടായോ? അച്ഛായ പറയേണ്ട ഭാഷ പറഞ്ഞവന് മനസ്സിലാവും. ഇനി ഏത് ഭാഷയിലാണ് ഞാൻ അവരോട് പറയണ്ടേ? ഈ മണ്ട് മനുഷ്യനെ കൊണ്ട്. ഹലോ, എവിടെയായി? പെട്ടെന്ന് വൈകിട്ടൊരു സീനാവാ. രാവിലെ ഇവിടെ അടിയായി. പെട്ടെന്ന് വാ വാ. നിങ്ങൾ വന്നോ? നിങ്ങളുടെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഇപ്പൊ അതും പൂർത്തിയായി. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അയ്യോ അങ്ങള്, എന്തുകൊണ്ടാ വിശേഷം? പ്രത്യേക ശിവമൊന്നുമില്ല. അതെന്താ ഞങ്ങൾ വന്നോണ്ടാണോ? അല്ലേലും എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ഇവിടെ. എന്റെ മോനെ നിങ്ങളുടെ മോനെ ടാറ്റാ കാണിച്ചോണ്ടിരുന്നു. മോൻ പഠിക്കും. അങ്ങനെ മിടുക്കുള്ളവര്. നിങ്ങൾ പിടിക്കും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. മാത്തൂന്റെ കാര്യമൊന്നും പറയണ്ട. അവനിവിടെ രാവിലെ പല്ലി പോലും കേൾക്കാതെ കമ്പനി സ്റ്റഡി ആണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ആർക്കറിയാം എന്ത് തോന്നുന്നു. എപ്പോഴത്തെ പിള്ളേരെല്ലാം കണക്കാന്നേ. ഒരു ഭയവും ഇല്ല, പേടിയുമില്ല, നടക്കുക. അവിടുത്തെ എങ്ങനെയാണോ? എന്തോ പറയാൻ. പിന്നെ VBS ഒക്കെ ആണെന്ന് അറിഞ്ഞല്ലോ. നമ്മുടെ സജൻ പാസ്റ്റർ അല്ലേ ഡയറക്ടർ. അവർ ഫാമിലി. അതെ, ഇവാനമോള് നല്ലോണം കളിക്കുന്നുണ്ട് ഡാൻസ് ഒക്കെ. പിന്നെ നമ്മുടെ സാബുജാന്റെ സ്റ്റഡി പാസ്റ്റർ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. അതെ അതെ, എന്തോ ചെയ്യാന്ന് അതുപോലെ വേണം. ഇവിടെ കച്ചാനുണ്ട്, അനങ്ങത്തില്ല കസേരയിൽ. ശരിയടി, എന്നാ ഇവിടെ കുറച്ച് ജോലിയുണ്ട്. ഞാൻ അതും കൂടെ ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കാതെ. ശരി. ആകെപ്പാടെ ആവശ്യത എന്നാ പറയാം. ശരിയാണ്. ഇവിടെ നിങ്ങൾ ആ മോനെ പഠിപ്പിക്കാൻ നോക്കി, എന്നിട്ട് എന്നെ പഠിക്കാൻ പോകാം കേട്ടോ. അല്ലേ എന്നെ പഠിക്കാൻ വേണ്ടി. പിന്നെന്താ സുഖമല്ലേ? നമ്മുടെ മോനും സ്ഥിതി നമ്മുടെ ചർച്ചയിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പാസ്റ്ററെ. അവനാണ് നമ്മൾ അതുവഴി ഇതുകൊണ്ട് ഞാൻ പറയാണ്ട് കാര്യം. അവനിവിടുന്ന് രാവിലെ പല്ലെന്താക്കാതെ ഇറങ്ങി അങ്ങ് പോകുമ്പോൾ കൂട്ടുകാരുടെ കൂടെ ആണെന്ന് പറഞ്ഞ് അവൻ എപ്പോഴാ തിരിച്ചു വരുന്ന അവന് പോലും വരത്തില്ല. ഞാൻ എത്ര പ്രാർത്ഥിച്ച് ഉപവസിച്ചിട്ടാണ് അറിയാമോ. അച്ചായ പറയേണ്ട ഭാഷ പറഞ്ഞാൽ അവന് മനസ്സിലാവും. ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം. അല്ലെങ്കിൽ കുഴപ്പമില്ല മാമി, നമ്മുടെ മുന്നിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെന്താ, കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയൊന്നും കണ്ടില്ലല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു. ഒട്ടും വയ്യായിരുന്നു. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ പനിയാണല്ലോ. നമ്മുടെ ചർച്ചയിൽ വണ്ടിയൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. വല്ലപ്പോഴും അതിലൊക്കെ വരണം പ്രാർത്ഥനയ്ക്ക്. ലേഡീസ് മീറ്റിങ്ങിന് പിന്നെ ആരെയും കാണാനും ഇല്ല. എന്തോ ചെയ്യാൻ അവസരം, പനിയാണ്. എന്നാലും നമ്മുടെ മോനൂസിനെ കാണുന്നല്ലോ, കുറെ നേരമായല്ലോ. ഒന്ന് വിളിച്ചു നോക്കിക്കേ. അയ്യോ, നിങ്ങളുടെ പാസ് ഞങ്ങൾ പോവാ. നമ്മുടെ മോനൂസ് നീ ഇത്ര നേരം എവിടെ അല്ലേ? എവിടെയായിരുന്നു മോനൂസ്? നീ എന്ത് മോനൂസ് ഇങ്ങനെയൊക്കെയാണോ? പ്രാർത്ഥിക്കുക എടുക്കുകയൊക്കെ ചെയ്യണ്ടേ? ഇങ്ങനെ കൂട്ടുകാരോടൊക്കെ ഇറങ്ങി അടിച്ചാൽ മാത്രം മതിയോ? നിന്റെ പഠിത്തമൊക്കെ എനിക്കറിയാം. ഏത് നേരം പഠിത്തമാണെന്ന് പറയുന്നത്. ഒത്തിരി പഠിക്കും. അവന്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ ഞാൻ പറയാം.
അപ്പൊ നമ്മുടെ മൂലസ്ഥല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാ ഞാനങ്ങ് ഇറങ്ങുക കേട്ടോ. നമുക്ക് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അമ്മമ്മയ്ക്കായി വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അമ്മയെ നിറയ്ക്കട്ടെ. ഞാനങ്ങനെ ഇറങ്ങുക. എന്താണ് നീ കൈയൊക്കെ ചുട്ടിക്കൊണ്ട് വരുന്നത്? നിങ്ങളുടെ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്ന് കുത്തി എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു. എനിക്ക് സൗകര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വരത്തില്ലായിരുന്നു. എനിക്കറിയാം, അതാ ഞാൻ വിളിക്കാഞ്ഞേ. എന്ത് ചാട്ടം വരുത്തി കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അങ്ങനെ നിന്നെ പ്രാർത്ഥിച്ചോണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ പോത്ത് പോലെ ഇരിക്കുന്നത്. ഡാഡി എന്നെ വിടാ, ഡാഡി ഇതിന്റെ ഇടയ്ക്ക് നീ അപ്പനെ തള്ളി പറയാറായടാ. ഈ ഫോൺ അതിനെ നശിപ്പിക്കുന്ന ഈ ഫോൺ അച്ഛനെ തല്ലി പൊട്ടിക്കിട്ടാ നോക്ക്. ഡാഡി ഇത് കൊള്ളാറല്ലേ? കുഴപ്പമില്ലാന്ന് വാസന ഉണ്ടാണ്ടൊക്കെ ഉപദേശിച്ചു പോയി. ഇതൊക്കെ നമുക്ക് ശരിയല്ലേ? നാളെ നമുക്ക് സെറ്റാക്കാം. അതൊന്നും പഠിക്കണ്ട. ശരി. നമുക്കൊന്ന് മെസ്സേജ് അയക്കാൻ പോലും കാര്യമില്ല. സെറി ഗുഡ് നൈറ്റ്. സെറിക്ക് മാത്രമേ സ്നേഹമുള്ളൂ. ഡാഡി, മമ്മി, ഇവരൊന്നും അങ്ങോട്ട് പോയോ? അവര് പിടിച്ച് വരാത്തതാണ്. വിളിച്ചോ? വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. ഇതിപ്പോ എവിടെ പോടാ? സ്റ്റീഫനെ വിളിക്കാം. എടാ ഹലോ, എടാ എന്റെ ഡാഡി മമ്മി അങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ലേ? നിന്റെ ഡാഡിയോട് മമ്മി ചോദിച്ചാൽ അങ്ങനെ ഉണ്ടോ? നിന്റെ ഡാഡി മമ്മി കാണുന്നില്ലേ? ഇനി എന്നോട് സഹായത്തിനൊക്കെ പോയോ? ഞാൻ പാസ്തകളെ വിളിക്കട്ടെ. ശരി. പാസ്തകൾ എടുക്കുന്നില്ലല്ലോ. ഇവരെല്ലാം എങ്ങോട്ട് പോയി ഒരുമിച്ച്? ഇതെന്താ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ്? ദൈവം വന്നല്ലോ. അപ്പൊ ഞാൻ പോയില്ലേ? എന്നെ മാത്രം ഇവിടെ ഇട്ടോ? കർത്താവേ, ഞാൻ പാപിയായല്ലോ. എന്നെ മാത്രം ഇവിടെ കൊണ്ടുപോയില്ല. എന്റെ ഡാഡിയും മമ്മിയും പാത്രങ്ങളും എല്ലാരും പോയി. ഞാനും സ്റ്റീഫനും മാത്രമേ ഇവിടെ ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ എന്തോ ചെയ്യും? ഈ ചെറുക്കൻ പിന്നെ വെണ്ണീറ്റില്ലയോ എടാ. മമ്മി പോയി. ഇങ്ങോട്ട് ഞാൻ ഇവിടെ അല്ലേ ഉള്ളേ. മമ്മി എന്നെ ഇവിടെ. ഞാൻ ഇവിടെ 10-15 കൊല്ലായിട്ടുള്ള തന്നുള്ളതാ. എന്താണ് ഇവിടെ? എന്തോ നിന്റെ മുഖമൊക്കെ നനഞ്ഞിരിക്കുന്നേ? അത് മമ്മി ഇച്ചിരി വെള്ളം ഒഴിച്ചാ. ഡാഡി എവിടെ? ഡാഡി പോയില്ലേ? ഞങ്ങൾ എവിടെ പോവാനോ? എന്റെ പൊന്നു ഡാഡി, ഞാനൊരു സ്വപ്നം കണ്ടു. നിങ്ങൾ എല്ലാവരും ദൈവം വന്നപ്പോ പോയി, ഞാൻ മാത്രം പോയില്ല. ഞാനും സ്റ്റീഫനും മാത്രമേ ഇവിടെ ഉണ്ട്. ബാക്കി ആരും ഇവിടെ ഇല്ല. പാസ്ത്രങ്ങളും പോയി. സ്വപ്നം കണ്ടപ്പോഴേ